ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കെ.എസ്.ആർ.ടി.സിയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ ആരൊക്കെയോ പറഞ്ഞല്ലോ, ഇനി മുൻമന്ത്രി ആന്റണി രാജു ഇതുവരെ കുഴിച്ചിട്ട കുഴിയിൽ ഒരു കുളം തോണ്ടാനാണ് ഗണേശന്റെ വരവെന്ന്. എന്നാൽ കുളം തോണ്ടാനല്ല, കെ.എസ്.ആർ.ടി.സിയെ പൊന്നാക്കാനാണ് ഈ വരവെന്ന് ഇതാ വ്യക്തമാകുന്നു. ഗതാഗത വകുപ്പിനെയും കെ.എസ്.ആർ.ടി.സിയെയും കൈവെള്ളയിൽ കൊണ്ടു നടന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ.ബി. ഗണേഷ് കുമാറിനെ ഓർത്ത് ഇനി അഭിമാനിക്കാം. കോർപ്പറേഷനിലും വകുപ്പിലും ഗണേശൻ തൊടുന്നതെല്ലാം പൊന്നാകുകയാണ്. അതിന് കണക്കുകൾ മാത്രം തെളിവ്. ഇതാ കെ.എസ്.ആർ.ടി.സിയിൽ ഗണേശൻ നടപ്പിലാക്കിയ ആദ്യ ആശയം തന്നെ വൻ വിജയമായി മാറിയിരിക്കുന്നു. ഇതോടെ കെ.എസ്.ആർ.ടി.സിയുടെ ഒരു ദിവസത്തെ ലാഭം 14,61,217 രൂപയെന്ന് കോർപ്പറേഷൻ അധികൃതർ തന്നെ കണക്ക് കൂട്ടിയെടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ കെ.എസ്.ആർ.ടി.സിയുടെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പാക്കിയതിലൂടെ ഒരു മാസം കെ.എസ്.ആർ.ടി.സിക്ക് ലാഭിക്കാനാകുന്നത് 4,38,36,500 രൂപയാണ്. ചില്ലറ തുകയൊന്നുമല്ല ഇങ്ങനെ സമ്പാദ്യമായി കെ.എസ്.ആർ.ടി.സി ലാഭിക്കുന്നത്. എന്നും പ്രതിദിന നഷ്ട കണക്കുകൾ മാത്രം നിരത്തി എങ്ങും അഭാസ്യരാകേണ്ടി വന്നിരുന്നു കോർപ്പറേഷനും ജീവനക്കാർക്കും. അവർക്കിനി തലയുയർത്തി നിൽക്കാം. അവരുമിതാ ലാഭത്തിലാണ്. തീർന്നിട്ടില്ല. ഇനി ഗണേശന്റെ സ്വപ്നങ്ങളും നടപ്പാകാൻ പോവുകയാണ് വകുപ്പിൽ. എല്ലാ ദീർഘദൂര ബസ്സുകളും ഇനി എയർ കണ്ടീഷനാക്കും. അതിനായി ചെലവ് കുറഞ്ഞ രീതിയിൽ AC ബസ്സുകളിൽ ഘടിപ്പിക്കും. ഇനി വരുന്നത് ആധുനിക സംവിധാനങ്ങളുള്ള ചെറു ബസ്സുകളാകും. അതിന് ഡ്രൈവർ മാത്രം മതിയാകും. യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്ക് ഗൂഗിൾ പേയിൽ നൽകാം. പിന്നെ ഒരു ദീർഘദൂര പോയിന്റിലേക്ക് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ സ്റ്റാർട്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ സീറ്റ് ഫില്ലായാൽ പിന്നെ ആ ബസ് ഒരിടത്തും ഇടയ്ക്ക് നിർത്തില്ല, ഭക്ഷണം കഴിക്കാൻ മാത്രമല്ലാതെ. അങ്ങനെ വരുമ്പോൾ കെ.എസ്.ആർ.ടി.സിക്ക് കൂടുതൽ സമയവും ലാഭിക്കാം. പുതിയ ചെറിയ ബസ്സുകൾ, ആധുനിക യുഗത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, മൈലേജ് കൂടുതൽ കിട്ടുന്ന പഴയ മോഡലിൽ ചെറിയ ബസ്സുകളിലേക്ക് ഗ്രാമപ്രദേശങ്ങളെ വണ്ടി, വലിയ വണ്ടിയിൽ 5 പേരുമായിട്ട് പോവുകയാണ്. കൊച്ചു വണ്ടിയാകുമ്പോൾ ഡ്രൈവർ മാത്രം മതി, കണ്ടക്ടർ എല്ലാം ഗൂഗിൾ പേയിലേക്ക് പോകും. നിങ്ങൾക്ക് എല്ലാവരും തട്ടുകടയിൽ പോയാൽ ഗൂഗിൾ പേ ഉണ്ട്. പൈസ അടിച്ചെങ്കിലും ഫോൺ അങ്ങോട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം. മാത്രമല്ല, എന്റെ മനസ്സിലെ സ്വപ്നം, സാധാരണക്കാരായ മനുഷ്യന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അടുത്ത 1.5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ദീർഘദൂര ബസ്സുകൾ മുഴുവൻ എയർ കണ്ടീഷനായി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ചെലവ് കുറഞ്ഞ എയർ കണ്ടീഷൻ ബസ് 2.5 കോടിക്ക് എയർ കണ്ടീഷൻ കിട്ടും, 50 ലക്ഷം രൂപ. കുറഞ്ഞ ചെലവുള്ള എയർ കണ്ടീഷൻ ബസ്സുകൾ വാങ്ങിച്ചുകൊണ്ട് ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരത്ത് പോകുന്ന തൃശ്ശൂർ വണ്ടികൾ എല്ലാം ഉള്ളതാണ്. അത് മാത്രമല്ല, മറ്റൊരു പരിഷ്കാരം കൂടി കൊണ്ടുവരും. ഒരു ബസ്സിൽ പത്തനാപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഒരു ബസ്, ആ ബസ്സിൽ 41 സീറ്റും ഇവിടെ പത്തനാപുരത്തിനും അടൂരിനും പുലിയൂരിനും ഇടയ്ക്ക് വെച്ച് ബുക്ക് ചെയ്യപ്പെട്ടാൽ കൊണ്ടൂരിൽ നിന്ന് പോകുന്ന വണ്ടിയാണ്. ഈ വണ്ടി പിന്നെ വേറെ ഒരു സ്ഥലത്തും നിർത്തുന്നു, പിന്നെ കോഴിക്കോടെ നിർത്തും. മൊത്തം വഴിക്കാനോ ആഹാരം കഴിക്കാനോ വഴി നിർത്തി കൊടുക്കുന്നു അല്ലാതെ നോൺ പോകാനേക്കാൾ സ്പീഡ് വന്ദേ ഭാരതിനെ കടത്തി വിടുന്ന ബസ് ഇവിടുന്ന് പോകും എന്നാണ് അടുത്ത പരിപാടി. 40 കൊട്ടാരക്കരയിൽ പോകുന്ന വണ്ടി കോഴിക്കോട് പോകുന്നത് 40 സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടർ ഉണ്ടാകും, ഡ്രൈവർ മാത്രമേ കാണുള്ളൂ. വണ്ടി വിട്ടങ്ങ് പോകും. വെള്ളം കുടിക്കാൻ അതുപോലെ എല്ലാ ബസ്സിൻ്റെ അകത്തും ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞാൻ ബസ്സിൽ പോയിക്കൊണ്ട് ഇതൊക്കെ സ്വപ്നം മാത്രമല്ല, കെ.ബി. ഗണേഷ് കുമാർ നടപ്പിലാക്കുകയും ചെയ്യും. ഉറപ്പ്. ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച് റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പാക്കാൻ ഗതാഗത വകുപ്പിന് സാധിച്ചത്. ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പാക്കിയതിലൂടെ ഒരു ദിവസം 52,456 ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി. അതായത് അത്രയും ദൂരം കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ അനാവശ്യമായി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനായി. ഇതിലൂടെ 13,101 ലിറ്റർ ഡീസലാണ് ലാഭിച്ചത്. 12,51,392 രൂപയുടെ ഡീസൽ ഈ ഇനത്തിൽ ലാഭിച്ചു. 2,09,825 രൂപയുടെ മെയിൻ്റനൻസ് തുക ഇനത്തിൽ ലാഭമുണ്ടായി. കിലോമീറ്ററിന് 4 രൂപ സ്പെയർ പാർട്സ് കോസ്റ്റ് ലാഭിച്ചു. അങ്ങനെ ഒരു ദിവസത്തെ ലാഭം 14,61,217 രൂപയായി. അനാവശ്യ ചെലവുകളും വരുമാന ചോർച്ചയും തടയുക എന്നാണ് കെ.എസ്.ആർ.ടി.സിയുടെ നിലനിൽപ്പിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ നേട്ടം കൈവരിക്കാൻ അധികൃതർക്കായത്. ഓർഡിനറി സർവീസുകളിൽ നടപ്പിലാക്കി വൻ വിജയമായ ഈ റൂട്ട് റാഷണലൈസേഷൻ പദ്ധതി സൂപ്പർഫാസ്റ്റ് മുതൽ മുകളിലോട്ടുള്ള ദീർഘദൂര സർവീസുകൾ കൂടി സമയബന്ധിതമായി തന്നെ ഉടൻ നടപ്പാക്കും. ഇതിലൂടെ കെ.എസ്.ആർ.ടി.സിയുടെ വരുമാനത്തിന്റെ നട്ടലായ സർവീസ് ഓപ്പറേഷനിലെ ഭീമമായ നഷ്ടം ഒഴിവാക്കാനാകും, ലാഭത്തിലാക്കാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കെ.എസ്.ആർ.ടി.സിയുടെ മുഖം മിനുക്കാൻ ഇറങ്ങിത്തിരിച്ച ഗണേഷ് കുമാറിന്റെ നൂതന പരിഷ്കാരങ്ങൾ അതിവേഗം ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്.